ആഗോളതാപനത്തിന്റെ ഫലമായി സമുദ്രനിരപ്പ് ഉയരുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ദ്വീപിനെ ഇല്ലാതാക്കുമെന്ന ആശങ്ക ശക്തമാകുന്നു. ശാസ്ത്രീയമായ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ 2050ഓടെ ദ്വീപിന്റെ ഭൂരിഭാഗം ഭാഗങ്ങളും വെള്ളത്തിനടിയിലായിരിക്കും. തീരത്ത് നടന്നുവരുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടിയാകുമ്പോൾ ദ്വീപ് മുങ്ങുന്നത് നേരത്തെയാകുമോ എന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. കിലോമീറ്റർ നീളവും ശരാശരി 2.5 കിലോമീറ്റർ വീതിയുമുള്ള വൈപ്പിൻ ദ്വീപ് 1341-ലുണ്ടായ പ്രളയത്തെ തുടർന്ന് രൂപപ്പെട്ടതാണ്. പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്ക് കൊച്ചി കോട്ടപ്പുറം കായലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന വൈപ്പിൻ ദ്വീപിന്റെ 1/3 ഭാഗം തണ്ണീർ തടാകങ്ങളാണ്. എളംകുന്നപ്പുഴ, ഞാറയ്ക്കൽ, നായരമ്പലം, എടവനക്കാട്, കുഴിപ്പള്ളി, പള്ളിപ്പുറം പഞ്ചായത്തുകളിലായി 2 ലക്ഷത്തിലേറെ ആളുകളാണ് ഇവിടെ അധിവസിക്കുന്നത്. ആഗോളതാപനത്തിന്റെ ഭാഗമായി ജലനിരപ്പ് ഉയരുന്നത് കടലിനെയും കായലിനെയും ബന്ധിപ്പിക്കുന്ന നിരവധി ഇടത്തോടുകളുള്ള വൈപ്പിനെ വലിയ രീതിയിൽ ബാധിക്കാനാണ് സാധ്യത. കടലിലെ ജലനിരപ്പ് ഉയർന്നതിന്റെ പ്രത്യാഘാതം കേരള തീരങ്ങളെയും ബാധിക്കുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. സ്റ്റഡീസ് പറയുന്നത് ഒരു 2 മില്ലിമീറ്റർ ഒരു വർഷം കൂടുന്നുള്ളതാണ് കണക്ക് പറയുന്നത്. 1.5 തൊട്ട് 2 മില്ലിമീറ്റർ വരെ. അപ്പോൾ 2100 ആകുമ്പോഴത്തേന് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു 1 മീറ്റർ വരെ കൂടുതൽ വരാമെന്നുള്ള പറയുന്നുണ്ടെങ്കിൽ 20 സെൻറ്റിമീറ്റർ തൊട്ട് ഒരു 50 സെൻറ്റിമീറ്റർ വരെ എന്തായാലും ഈ ഒരു റേറ്റിന് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളുടെ കോസ്റ്റുകളെ, പ്രത്യേകിച്ച് ഐലൻഡ് പോലുള്ള ദ്വീപുകളെയൊക്കെ സാരമായിട്ട് ബാധിക്കും. മഴയൊന്ന് ശക്തമായാൽ ഇപ്പോൾ തന്നെ വെള്ളക്കെട്ടിലാണ് വൈപ്പിനിലെ പല പ്രദേശങ്ങളും. പണ്ടൊക്കെ താഴത്തൊക്കെയാണ് അവിടെ പൂട്ടിയൊക്കെ കത്തിച്ചിരുന്നത്. ഇപ്പം എല്ലാവരും ഗ്യാസും അതും ഇതൊക്കെ ആയിട്ട് ഇത്തിരി പുരോഗമനമൊക്കെ വന്നിരുന്നു. എന്നാലും പെരയുടെ അകത്തും മുറ്റത്തും ഒക്കെ ചവിട്ടി നടക്കാൻ പറ്റില്ല, വെള്ളക്കെട്ടായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ മഴയ്ക്ക് ഈ ഇത്തിരി പൊക്കമുള്ള സ്ഥലത്ത് മാത്രം വെള്ളമുണ്ട്. ബാക്കി ഈ സൈഡിലുള്ള എല്ലാ വീടുകളിലും വെള്ളം വരും. ഞങ്ങൾ വർഷങ്ങളായിട്ട് വെള്ളത്തിലാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ തോടുണ്ടല്ലോ ഫ്രണ്ടിൽ, അപ്പം അവിടെ നിന്ന് മുഴുവനും വെള്ളം ഇങ്ങോട്ട് കയറും. 2050 കൂടി വൈപ്പിൻ ദ്വീപ് വെള്ളത്തിലടിയിലാകുമെന്നാണ് ചില പഠനങ്ങൾ സൂചന നൽകുന്നത്. ആഗോളതാപനത്തിന്റെ ഫലമായി കടലിലെ ജലനിരപ്പ് ഉയരുന്നതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ വൈപ്പിൻ ദ്വീപിൽ ഇപ്പോഴുണ്ടാകുന്ന വെള്ളക്കെട്ടിന് കാരണം ഇത് മാത്രമല്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അശാസ്ത്രീയമായ പല നിർമ്മാണ പ്രവർത്തനങ്ങളും ഇതിന് കാരണമായതായി നാട്ടുകാർ ആരോപിക്കുന്നു. പല കാരണങ്ങളുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, വൈപ്പിനിലെ ഇത് ഏറ്റവും തെക്കേറ്റത്തെ പഞ്ചായത്താണ് എളങ്ങുന്നപ്പുഴ പഞ്ചായത്ത്. എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിന് നിലവിൽ ഒരു 6 കിലോമീറ്റർ തീരപ്രദേശമുള്ളത്. അതിൻ്റെ 6 കിലോമീറ്റർ ഏകദേശം ഒരു 4.5 കിലോമീറ്റർ ഇപ്പോൾ കൊച്ചിൻ പോർട്ടിൻ്റെ വിവിധ പദ്ധതികളായിട്ട് ബന്ധപ്പെട്ട് LNG, KRL, IOCയുടെ പ്രൊജക്റ്റുകൾ വന്നിരിക്കുന്നുണ്ട്. ആ പ്രൊജക്റ്റിൻ്റെ വേണ്ടി വഴി ഒരു 30 മീറ്റർ വീതിയിലുള്ളൊരു വഴി നിർമ്മിച്ചപ്പോൾ ആ സീവാളിന് പടിഞ്ഞാറ് സ്റ്റുഡിയോ ചെയ്തിരുന്നത്. ഇവിടുത്തെ പെയ്ത്ത് വെള്ളവും വെള്ളക്കെട്ടും കൂടുതലും കടൽ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. അതവിടെ ബ്ലോക്കായി. അതോടൊപ്പം തന്നെ ഇത് ഒരു ആറമ്പിത്തോടെന്ന് പറഞ്ഞൊരു വലിയ കനാല് ഈ എളങ്ങുന്നപ്പുഴ പഞ്ചായത്തിൻ്റെ പടിഞ്ഞാറ് തീരത്തെ വെള്ളക്കെട്ട് വരെയിരിക്കുന്ന ഏറ്റവും വലിയൊരു കനാലാണ്. അതിൻ്റെ മൗത്ത് കൊച്ചിൻ പോർട്ടിൻ്റെ അഴിമുഖത്തായിരിക്കുന്നത്. അത് ലിമിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 46 മിനിറ്റ് കൊച്ചിൻ പോർട്ടിൻ്റെ പരമാധികാരമുള്ളൂ. അപ്പോൾ ഈ മൗത്ത് വേലിയേറ്റത്ത് മണലടിഞ്ഞ് ഇവിടെ മൗത്ത് അടയും. ആ അടയുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഒരു അതിവർഷം പോലത്തെ മഴ വരികയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലിലേക്ക് പോകുന്ന വെള്ളം അതവിടെ ബ്ലോക്കാകുകയും ചെയ്തു. പിന്നെ ഇതേ ഒരു മാർഗ്ഗമുള്ളൂ. ദ്വീപിലെ നിവാസികളെ മാറ്റിപ്പാർപ്പിക്കുക അസാധ്യമായതിനാൽ തന്നെ ദ്വീപ് സംരക്ഷിക്കുവാൻ ശാസ്ത്രീയമായ പ്രതിരോധ രീതികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കണ്ടൽക്കാടുകൾ നട്ടുവളർത്തുന്നതടക്കം തീരം ബലപ്പെടുത്താൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ഏറ്റവും ഒടുവിലെ പഠനപ്രകാരം കഴിഞ്ഞ ഒരു വർഷം അറബിക്കടലിൽ 3 മില്ലിമീറ്ററും ബംഗാൾ ഉൾക്കടലിൽ 5 മില്ലിമീറ്ററും ജലനിരപ്പ് ഉയർന്നതായി കണക്കാക്കുന്നു. സമുദ്രവിതാനത്തിന്റെ ഉയർച്ച സമീപഭാവിയിൽ പ്രതിവർഷം 5 മുതൽ 7 വരെ മില്ലിമീറ്ററായി കൂടിയേക്കുമെന്നും പഠനങ്ങൾ പറയുന്നു. ഇത് വൈപ്പിൻ ദ്വീപിനെ മാത്രമല്ല, കേരള തീരത്തെ നിരവധി പ്രദേശങ്ങളെയും ദോഷകരമായി ബാധിക്കും. ക്യാമറമാൻ സജയ് കുമാറിനും അക്ഷയ് VS-നുമൊപ്പം ആസിഫ് മുഹമ്മദ്, ന്യൂസ് മലയാളം, കൊച്ചി.